ഈ ഒരു സെഷനിൽ നമ്മൾ നോക്കി മനസ്സിലാക്കാൻ പോകുന്നത് നമുക്കൊരു AWSൻ്റെ ഒരു കോഡ് ബിൽഡ് പ്രോജക്റ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നും ഒരു എക്സാമ്പിൾ ബിൽഡ് നമുക്ക് എങ്ങനെ പ്രോസസ്സ് ചെയ്യാമെന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സെഷനിൽ നോക്കി മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ കോഡ് ബിൽഡിനെ കുറിച്ചുള്ള ഒരു ഓവർവ്യൂ കഴിഞ്ഞ ലാസ്റ്റ് സെഷനിൽ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം അത് കണ്ടിട്ടില്ലാത്തവർ അതൊന്ന് കാണുക തീർച്ചയായിട്ടും. അപ്പോൾ നമ്മൾ ഈ ഒരു സെഷനിൽ മെയിനായിട്ട് നമ്മളൊരു പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് സെഷൻ ആയിരിക്കും. നമുക്കൊരു കോഡ് ബിൽഡ് പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അത് എക്സിക്യൂട്ട് ചെയ്യുന്നത് എങ്ങനെയെന്നാണ് ഈ ഒരു സെഷനിൽ നമ്മൾ നോക്കി മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് പ്രാക്ടിക്കൽസിലോട്ട് കടക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു പ്രോജക്റ്റിന് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു എക്സാമ്പിൾ കോഡ്, അതായത് നമ്മളൊരു എക്സാമ്പിൾ വെബ്സൈറ്റിൻ്റെ കോഡാണ് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അത് നമ്മുടെ ഡെവലപ്പർ മെഷീനിൽ നമുക്ക് ഓൾറെഡി ഉണ്ട്. നമ്മുടെ മൈ വെബ്സൈറ്റ് എന്ന് പറഞ്ഞൊരു ഫോൾഡർ ഡയറക്ടറിയിൽ നമ്മൾ ഓൾറെഡി അത് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു കോഡാണ് നമ്മൾ കഴിഞ്ഞ നമ്മൾ സെഷൻസിൽ കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ ഓൾറെഡി നമ്മളത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കോഡ് കമ്മിറ്റ് റെപ്പോസിറ്ററി ഉണ്ടാക്കിയിട്ട് അതിലോട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ റെപ്പോസിറ്ററിയുടെ പേര് മൈ വെബ്സൈറ്റിൽ നിന്നുണ്ട്, അതിലോട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കഴിഞ്ഞ സെഷനിൽ കാണാത്ത ഒരു ഫയലും കൂടെ നമ്മൾ ഇന്ന് ഈ ഒരു കോഡ് റെപ്പോസിറ്ററിയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതായത് നമുക്കിപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും. ഇപ്പോൾ ബിൽഡ് സ്പെക് .yml എന്ന് പറഞ്ഞൊരു YAML ഫയൽ. അപ്പോൾ ഈ ഒരു ഫയൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ഫയൽ യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ ബിൽഡ് പ്രോജക്റ്റ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് എന്താണെന്ന് അതൊന്ന് നോക്കാം. ഈ ഒരു ബിൽഡ് സ്പെക് .yml എന്ന് പറഞ്ഞൊരു ഫയലിനകത്തുള്ളത്. അപ്പോൾ ഇതിനകത്താണ് നമ്മൾ ഡിഫറെൻറ്റ് ഫേസസ്, ഒരു ബിൽഡ് പ്രോജക്റ്റിൻ്റെ ഡിഫറെൻറ്റ് ഫേസസ് നമ്മൾ ഇതിനകത്താണ് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ അതിന് ഒരുപാട് ഫേസസ് ഉണ്ട്. ഇപ്പോൾ ഇൻസ്റ്റാൾ ഫേസ്, പ്രീ ബിൽഡ് ഫേസ്, പിന്നെ പോസ്റ്റ് ബിൽഡ്, പിന്നെ അത് കഴിഞ്ഞും കുറച്ച് ഒന്നിലധികം ഫേസസ് ഉണ്ട്. അപ്പോൾ നമ്മൾ അത് ഇപ്പോൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതൊരു എക്സാമ്പിൾ ബിൽഡ് പ്രോജക്റ്റാണ് ഞാനിപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണിക്കുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വരുന്ന സെഷൻസിൽ നോക്കി മനസ്സിലാക്കാം. ഇന്നിപ്പോൾ നമുക്ക് ജസ്റ്റ് എങ്ങനെയാണ് ഇങ്ങനെയുള്ള ഒരു ബിൽഡ് സ്പെക്ക് എന്ന് പറഞ്ഞൊരു ഫയൽ ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊരു ബിൽഡ് പ്രോസസ്സ്, ഒരു പ്രോജക്റ്റ് ഉണ്ടാക്കിയിട്ട് ആ ഒരു പ്രോസസ്സ് എങ്ങനെയാണ് കംപ്ലീറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം നമുക്ക് പെട്ടെന്നൊന്ന് നോക്കാം. ഈ ഒരു സെഷനിൽ നമുക്ക് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ്, ഓരോ സെക്ഷൻസ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്നൊക്കെ ഉള്ളത് വരുന്ന സെഷൻസിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം, ഈ ഒരു ഫയലിനെ കുറിച്ചുള്ള കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ഫയൽ കൂടെ ഈ ഒരു പ്രോജക്റ്റ് ഫയൽസിൻ്റെ കൂടെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ബിൽഡ് സ്പെക് .yml എന്നുള്ളത് ഇത് പുഷ് ചെയ്ത് നമ്മുടെ റെപ്പോസിറ്ററിയിലോട്ടും ഈ ഒരു ഫയലും കൂടെ പുഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് റെപ്പോസിറ്ററിയിൽ ആ വെബ്സൈറ്റിൻ്റെ ഫയൽസിൻ്റെ കൂട്ടത്തിൽ ഈ ഒരു ബിൽഡ് സ്പെക് എന്ന് പറഞ്ഞാൽ ആ ഒരു സെയിം ഡെവലപ്പർ മെഷീനിൽ കണ്ട ഫയലും ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്, ഈ ഒരു ഫയലും കൂടെ. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് വേണ്ടത്, അപ്പം അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് നമുക്ക് ബിൽഡ് സ്റ്റേജ് ആണ്. അപ്പോൾ സോഴ്സ് നമുക്ക് ഓൾറെഡി അവൈലബിൾ ആണ്. കോഡ് കമ്മിറ്റിൽ റെപ്പോസിറ്ററിക്കകത്ത് നമുക്ക് സോഴ്സ് ഫയൽസ് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഈ ഒരു സോഴ്സ് ഫയലിനെയാണ് നമുക്കിനി നമുക്ക് ബിൽഡ് ചെയ്ത് ടെസ്റ്റ് എല്ലാം ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കോഡ് ബിൽഡ് എന്ന് പറഞ്ഞ ബിൽഡ് ഫേസ് ഉണ്ട്. അപ്പോൾ നമുക്ക് അവിടെ ഗെറ്റിംഗ് സ്റ്റാർട്ടഡ് എന്ന് പറഞ്ഞൊരു ലിങ്ക് ഉണ്ട്. റൈറ്റ് ക്ലിക്ക് ചെയ്ത് നമുക്ക് പുതിയൊരു ടാബിൽ നമുക്ക് ഓപ്പൺ ചെയ്യാം. അത് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു സെക്ഷൻ ആയിരിക്കും കാണാൻ സാധിക്കുന്ന കോഡ് ബിൽഡിൻ്റെ ഒരു സ്റ്റാർട്ടപ്പ് പേജ് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് കോഡ് ബിൽഡ് ആക്ച്വലി സംഭവിക്കുന്നത്, നമ്മളൊരു ബിൽഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ AWS നമുക്ക് ഒരു ഡോക്കർ കണ്ടെയ്നർ ലോഞ്ച് ചെയ്യാണ് ആക്ച്വലി സംഭവിക്കുന്നത്. അപ്പോൾ അങ്ങനെ ലോഞ്ച് ചെയ്ത് പ്രൊവിഷൻ ചെയ്തിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള കോഡ് നമ്മൾ ആ ഒരു കണ്ടെയ്നറിൽ നമ്മൾ ബിൽഡ് ചെയ്ത ശേഷം ആ ഒരു പ്രോസസ്സ് കഴിഞ്ഞിട്ട് നമുക്കത് ഷട്ട് ഡൗൺ ചെയ്യുകയും ആ ഒരു യൂസ് നമുക്ക് കഴിഞ്ഞിട്ട് അതിനെ ഷട്ട് ഡൗൺ ചെയ്ത് മാറ്റാൻ നമുക്ക് സാധിക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഡോക്കർ കണ്ടെയ്നർ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്തുള്ള എമൗണ്ട് മാത്രമേ നമുക്കിതിന് ആവുകയുള്ളൂ, ആ ഒരു ബിൽഡ് പ്രോസസ്സിന് വേണ്ടിയിട്ട്. കാരണം ഇതൊരു സെർവർലെസ് കോൺസെപ്റ്റാണ്. അപ്പോൾ നമുക്ക് വിൽ പേ ഓൺലി ഫോർ ദ ബിൽഡ് ടൈം വി യൂസ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എത്രത്തോളം ടൈം ബിൽഡ് ചെയ്യാനായിട്ട് ആ ഒരു കണ്ടെയ്നർ നമ്മൾ യൂസ് ചെയ്യുന്നോ അത്രയും പേയ്മെൻറ്റ് മാത്രമേ നമുക്കതിന് ചാർജ് ആവുകയുള്ളൂ. അപ്പോൾ അതാണ് ആ ഒരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് ഒരു പുതിയൊരു ബിൽഡ് പ്രോജക്റ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ക്രിയേറ്റ് പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ബട്ടൺ ഇവിടെ ഉണ്ട്, നമുക്കത് ക്ലിക്ക് ചെയ്യാം. അത് കഴിഞ്ഞ് നമുക്കിവിടെ കൊടുക്കേണ്ടത് ഒരു പ്രോജക്റ്റിൻ്റെ പേരാണ്. നമുക്കിപ്പോൾ മൈ വെബ്സൈറ്റ് കോഡ് ബിൽഡ് എന്ന് പറഞ്ഞ് തന്നെ ഒരു പേര് നമുക്കിവിടെ കൊടുക്കാം. അത് കഴിഞ്ഞ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷൻ വന്നിട്ട് നമുക്ക് സോഴ്സ് പ്രൊവൈഡറാണ്. അതായത് നമ്മുടെ സോഴ്സ് ഫയൽസ് എവിടെയാണ് ഇപ്പോൾ നമുക്ക് കിടക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു സ്റ്റേജിൽ കിടക്കുന്നത് നമ്മൾ കോഡ് കമ്മിറ്റിൽ തന്നെയാണ്. AWSൻ്റെ തന്നെ ഒരു വെർഷൻ കൺട്രോളിംഗ് സിസ്റ്റം ഓഫറിംഗ് ആണ് കോഡ് കമ്മിറ്റ് എന്ന് പറയുന്നത്. നമുക്ക് ആ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ മുമ്പുള്ള സെഷൻസിൽ കണ്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു സീരീസിൻ്റെ. ഓക്കെ, അപ്പോൾ നമ്മുടെ റെപ്പോസിറ്ററി നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് കോഡ് കമ്മിറ്റിനകത്താണ്. ആ ഒരു കോഡ് കമ്മിറ്റിനകത്ത് ക്രിയേറ്റ് ചെയ്ത റെപ്പോസിറ്ററിക്കകത്താണ് നമ്മുടെ സോഴ്സ് ഫയൽസും കിടക്കുന്നത്. അപ്പോൾ ഇനി ഈ ഒരു അപ്പോൾ നമുക്കിവിടെ സോഴ്സ് പ്രൊവൈഡർ നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ നമുക്ക് ഇത്രയും ഓപ്ഷൻസാണ് ഇവിടെ ഉള്ളത്. ഒന്ന് നോ സോഴ്സ്, അല്ലെങ്കിൽ ആമസോൺ S3. നമുക്ക് S3 ബക്കറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിനകത്ത് നമുക്ക് സോഴ്സ് ഫയൽസ് വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം.
അപ്പോൾ നമ്മുടെ കേസിൽ AWS കോഡ് കമ്മിറ്റ് ആണുള്ളത്. അല്ലെങ്കിൽ പിന്നെ നമുക്ക് തേർഡ് പാർട്ടി ഓൺലൈൻ റെപ്പോസിറ്ററീസ് ആയിട്ടുള്ള ജിറ്റ്ഹബോ ബിറ്റ്ബക്കറ്റോ അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇപ്പം ജിറ്റ് ആൻഡ് ജിറ്റ്ഹബിനെ കുറിച്ചുള്ള സീരീസ് പറഞ്ഞപ്പോൾ നമ്മൾ ജിറ്റ്ഹബ് യൂസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നല്ല ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സീരീസ് കണ്ടിട്ടില്ലാത്തവർ അതും കൂടെ ഒന്ന് കാണാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ഇപ്പോഴത്തെ കേസിൽ നമുക്ക് AWSൻ്റെ കോഡ് കമ്മിറ്റിലാണ് നമ്മുടെ സോഴ്സ് ഫയൽസ് കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് തന്നെ നമുക്ക് ചൂസ് ചെയ്യാം. എന്നിട്ട് അതിനകത്തുള്ള റെപ്പോസിറ്ററി നെയിം നമുക്ക് ബൈ ഡിഫോൾട്ട് ഇപ്പോൾ ഒരു റെപ്പോസിറ്ററി മാത്രമേ അതിനകത്തുള്ളൂ. മൈ വെബ്സൈറ്റ് എന്ന് പറഞ്ഞ റെപ്പോസിറ്ററി ഉണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പോൾ അത് തന്നെ നമുക്ക് ചൂസ് ചെയ്യാം. മൈ വെബ്സൈറ്റ് എന്ന് പറഞ്ഞ റെപ്പോസിറ്ററി ചൂസ് ചെയ്യാം. പിന്നീട് നമുക്ക് കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. റെഫറൻസ് ടൈപ്പ് നമുക്ക് ബ്രാഞ്ച് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ജിറ്റ് ടാഗ് യൂസ് ചെയ്യാം. ജിറ്റ് ടാഗ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ നമുക്ക് കോഡ് കമ്മിറ്റ് യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ബ്രാഞ്ച് യൂസ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ബ്രാഞ്ച് മാത്രമേ ഉള്ളൂ, മൈ മാസ്റ്റർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് അത് ചൂസ് ചെയ്ത് കൊടുക്കാം. അതല്ല നമുക്ക് കമ്മിറ്റ് ഐ ഡി ആണെങ്കിൽ, കമ്മിറ്റ് ഐ ഡി മീൻസ് ഓരോ തവണ നമ്മൾ കമ്മിറ്റ് ചെയ്യുമ്പോഴും ഇവിടെ കമ്മിറ്റ് സെക്ഷൻ ഞാൻ ഓൾറെഡി അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓരോ കമ്മിറ്റ് ഐ ഡീസ് ഇവിടെ ക്രിയേറ്റ് ആയി വരും. നമുക്ക് ആ ഒരു കമ്മിറ്റ് ഐ ഡി വേണമെങ്കിൽ നമുക്കിവിടെ ബിൽഡ് കമ്മിറ്റ് ഐ ഡി സെലക്ട് ചെയ്തിട്ട് ഏത് കമ്മിറ്റ് ഐ ഡിയിൽ നിന്നുള്ള ഫയൽസാണ് എടുക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചൂസ് ചെയ്ത് കൊടുക്കാം. നമുക്ക് സാധാരണ രീതിയിൽ നമുക്ക് ബ്രാഞ്ച് ചൂസ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു മാസ്റ്റർ ബ്രാഞ്ച് മാത്രമേ ഉള്ളൂ, നമുക്ക് അത് സെലക്ട് ചെയ്ത് കൊടുക്കാം. ബ്രാഞ്ച് സെലക്ട് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് കമ്മിറ്റ് ഐ ഡി സ്പെസിഫിക് ആയിട്ട് കൊടുക്കാൻ സാധിക്കുന്നതാണ് ഇവിടെ. ഓക്കെ, അത് കഴിഞ്ഞ് പിന്നീട് അഡീഷണൽ കോൺഫിഗറേഷൻ നമുക്ക് തൽക്കാലം നമുക്ക് ഇവിടെ കൊടുക്കേണ്ട ആവശ്യമില്ല. അത് കഴിഞ്ഞ് താഴോട്ട് വരുമ്പോൾ നമുക്ക് എൻവയോൺമെൻറ്റ് എന്നുള്ളൊരു സെക്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവിടെ നമുക്ക് മാനേജ്ഡ് ഇമേജ്, അതായത് AWS തന്നെ മാനേജ് ചെയ്തിട്ടുള്ള ഡോക്കർ കണ്ടെയ്നർ ഇമേജസ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതല്ലെങ്കിൽ നമുക്ക് കസ്റ്റം ഇമേജ് വേണമെങ്കിൽ നമുക്ക് ചൂസ് ചെയ്ത് കൊടുക്കാം. കസ്റ്റം ഇമേജ് ചൂസ് ചെയ്ത് കൊടുക്കുന്നത് ഇപ്പം ഒരു ഡോക്കർ ഇമേജ് നമുക്ക് തന്നെ ക്രിയേറ്റ് ചെയ്ത് വെക്കാം. മീൻസ് ഇപ്പോൾ ഏതെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയറും കൂടെ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഡോക്കർ കണ്ടെയ്നർ വേണം നമ്മുടെ ബിൽഡ് ഫേസ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും സ്പെസിഫിക് സോഫ്റ്റ്വെയറോ യൂട്ടിലിറ്റിയോ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളിപ്പോൾ പറഞ്ഞു കൊടുത്തിരിക്കുന്ന ബിൽഡ് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റൂ എന്ന് നമുക്കറിയാമെങ്കിൽ അങ്ങനെയുള്ളൊരു കസ്റ്റം ഇമേജ് നമുക്ക് തന്നെ ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്കിവിടെ യൂസ് ചെയ്യാൻ പറ്റും. അതല്ല നോർമലി ഉള്ള ബിൽഡ് പ്രോസസ്സിന് വേണ്ടിയിട്ട് നമുക്ക് മാനേജ്ഡ് ഇമേജ് മാത്രം നമുക്കിവിടെ യൂസ് ചെയ്താൽ മതി. മാനേജ്ഡ് ഇമേജ് മാത്രം നമുക്കിവിടെ യൂസ് ചെയ്താൽ മതി. അപ്പം മാനേജ്ഡ് ഇമേജ് സെലക്ഷൻ ഇവിടെ ബൈ ഡിഫോൾട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് അതിലുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ ആമസോൺ ലിനക്സ് 2 ഉണ്ട്, ഉബുണ്ടു ഉണ്ട്, വിൻഡോസ് സെർവർ 2019 ഉണ്ട്. അപ്പോൾ നമ്മുടെ ഒരു യൂസ് കേസ് സിനാരിയോ അനുസരിച്ചാണ് നമുക്ക് ഇത് ചൂസ് ചെയ്യേണ്ടത്. ഇപ്പോൾ നമുക്ക് സാധാരണ ഇപ്പം ബിൽഡ് കേസസിന് ഇപ്പം ലിനക്സ് ബേസ്ഡ് ആയിട്ടുള്ള ബിൽഡ് പ്രോസസ്സൊക്കെ ആണെങ്കിൽ, പ്രോജക്ട്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഒന്നെങ്കിൽ ആമസോൺ ലിനക്സ് 2 അല്ലെങ്കിൽ ഉബുണ്ടു സെലക്ട് ചെയ്താൽ മതി. അപ്പം നമുക്ക് ഈ ഒരു കേസിൽ നമുക്ക് ആമസോൺ ലിനക്സ് 2 തന്നെ സെലക്ട് ചെയ്യാം. ഓക്കെ, അത് കഴിഞ്ഞ് റൺ ടൈം നമുക്ക് സ്റ്റാൻഡേർഡ് മാത്രമേ ഓപ്ഷൻ അതിലുള്ളൂ, ആമസോൺ ലിനക്സ് 2-നുള്ളൂ. ഇമേജ് നമുക്ക് ഫസ്റ്റ് ഇമേജ് 1.0 സ്റ്റാൻഡേർഡ് 1.0 സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഇമേജ് വെർഷൻ എപ്പോഴും ലേറ്റസ്റ്റ് തന്നെ ചൂസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു സർവീസ് റോൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. ഈ ഒരു ബിൽഡ് പ്രോജക്റ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് റോൾ വേണം. അപ്പോൾ നമുക്ക് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള റോളാണെങ്കിൽ അപ്പോൾ നമുക്കത് അറിയുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് നമുക്ക് IAM എടുത്ത് നോക്കിയാൽ മതി. IAM സെക്ഷൻ എടുത്ത് നോക്കിയിട്ട് IAM സെക്ഷൻ നമുക്കൊരു പുതിയൊരു ടാബിൽ ഓപ്പൺ ചെയ്യാം. അവിടെ നമുക്ക് ബിൽഡ് പ്രോജക്ട്സ് നമ്മൾ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഏതെങ്കിലും റോൾസ് കാണും. അപ്പോൾ റോൾസിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ കോഡ് കമ്മിറ്റിൻ്റെ റോളുണ്ട്, നമുക്ക് കഴിഞ്ഞ സെഷനിൽ ചെയ്ത റോൾസ് ഒന്നും കിടപ്പുണ്ട്. അതല്ല നമുക്ക് ബിൽഡിൻ്റെ റോൾസ് ഒന്നും ഇവിടെ ഇല്ല. ഓക്കെ, അപ്പോൾ നമുക്ക് പുതിയൊരു റോൾ നമുക്കിവിടെ ഒരു പേര് ബൈ ഡിഫോൾട്ട് ഇവിടെ വരും. നമുക്ക് അത് തന്നെ ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളൊരു പേര് കൊടുക്കാം ബിൽഡ് റോൾ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് അഡീഷണൽ കോൺഫിഗറേഷൻ ടൈം ഔട്ട്സ് ആണ്. നമുക്കിവിടെ മാക്സിമം 5 മിനിറ്റ്സ് മുതൽ 8 അവേഴ്സ് വരെ നമുക്ക് ടൈം ഔട്ട്സ് ആണ് ഇവിടെ നമുക്ക് ടൈം ഔട്ട് പീരീഡ് ഇവിടെ കിട്ടുന്നത്. ഓക്കെ, പക്ഷേ നമുക്ക് ലാംഡ ആയിരുന്നെങ്കിൽ നമുക്ക് 15 മിനിറ്റ്സ് മാക്സിമം കിട്ടുകയുള്ളായിരുന്നു. അപ്പോൾ നമുക്കിവിടെ 5 മിനിറ്റ്സ് ടു 8 അവേഴ്സ് വരെ നമുക്കിവിടെ ടൈം ഔട്ട് കിട്ടും. അല്ലെങ്കിൽ നമുക്ക് ബൈ ഡിഫോൾട്ട് നമുക്ക് 1 അവർ തന്നെ നമുക്ക് ചൂസ് ചെയ്താൽ മതി. പിന്നീട് നമുക്ക് വേണ്ടത് നമുക്കിപ്പം എന്തെങ്കിലും മറ്റ് എക്സ്റ്റേണൽ റിസോഴ്സസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു VPC സ്പെസിഫിക് ആയിട്ടുള്ള റിസോഴ്സസ് ഒക്കെ യൂസ് ചെയ്യേണ്ടി വരുവാണെങ്കിൽ നമുക്ക് VPC പറഞ്ഞു കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് മെൻഷൻ ചെയ്യേണ്ട കാര്യമില്ല. അത് കഴിഞ്ഞ് നമ്മളിപ്പം ഈ ഒരു ലോഞ്ച് ചെയ്യാൻ പോകുന്ന ഡോക്കർ കണ്ടെയ്നറിൻ്റെ കമ്പ്യൂട്ടിംഗ് റിസോഴ്സസ്, അതായത് ഇപ്പം 4 GB മെമ്മറിയും 2 വിർച്വൽ CPU ഉള്ളൊരു കണ്ടെയ്നറാണ് നമുക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യാം. രണ്ടാമത് കുറച്ചുകൂടെ ഹയർ വലിയ പ്രോജക്ട്സ് ആണ്, ബിൽഡ് പ്രോജക്ട്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതനുസരിച്ചുള്ള കുറച്ചുകൂടെ ഹയർ ആയിട്ടുള്ള 16 GB മെമ്മറിയുള്ള കമ്പ്യൂട്ടിംഗ് പ്ലാൻ നമുക്ക് ചൂസ് ചെയ്യാം. ഓക്കെ, അത് കഴിഞ്ഞ് എൻവയോൺമെൻറ്റൽ വേരിയബിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ താഴോട്ട് വന്നിട്ട് പിന്നീട് ഉള്ളതാണ് ഈ ബിൽഡ് സ്പെക്ക്. അപ്പോൾ ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷൻ ഈ ഒരു ബിൽഡ് പ്രോജക്റ്റിൻ്റെ. അപ്പോൾ യൂസ് എ ബിൽഡ് സ്പെക്ക് ഫയൽ എന്ന് പറഞ്ഞ് നമുക്കിവിടെ കാണിക്കും. അപ്പോൾ നമുക്ക് ആ ഒരു ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ബിൽഡ് സ്പെക്ക് ഫയലിൻ്റെ നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. അതിൻ്റെ പേര് ബൈ ഡിഫോൾട്ട് ബിൽഡ് സ്പെക്ക് .yml എന്ന് തന്നെ ആണെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് ഇവിടെ ഒന്നും കൊടുക്കണ്ട, അത് ഓട്ടോമാറ്റിക്കായിട്ട് എടുത്തോളും. ഇതല്ല വേറെ ഏതെങ്കിലും പേരിലാണ് നമ്മൾ ആ ഒരു ബിൽഡ് സ്പെക്ക് ഫയൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതെങ്കിൽ, കാരണം ഒന്നിൽ കൂടുതൽ ടൈപ്പ് ഇപ്പം ഡെവലപ്മെൻറ്റ് എൻവയോൺമെൻറ്റിന് ഒരു പ്രത്യേകം
ബിൽഡ് സ്പെക്ക് ഉണ്ട്, നമുക്കിപ്പം പ്രൊഡക്ഷൻ എൻവയോൺമെൻറ്റിന് പ്രത്യേകം ബിൽഡ് സ്പെക്ക് ഉണ്ട്, UAT എൻവയോൺമെൻറ്റിന് പ്രത്യേകം ബിൽഡ് സ്പെക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് ആ ഒരു പ്രത്യേകം പേരുകൾ നമുക്ക് പ്രൊജക്റ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ നേരത്തെ ഇവിടെ പ്രത്യേകിച്ച് മെൻഷൻ ചെയ്ത് കൊടുത്താൽ മാത്രമേ സ്പെസിഫിക് ആയിട്ടുള്ളത് ഇവിടെ എടുക്കുകയുള്ളൂ. അപ്പം ബൈ ഡിഫോൾട്ട് ഈ ഒരു പേര് തന്നെയാണ് നമ്മൾ യൂസ് ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് പേരൊന്നും സെലക്ട് ചെയ്ത് പറഞ്ഞു കൊടുക്കേണ്ട, അത് തന്നെ അത് ഓട്ടോമാറ്റിക്കായിട്ട് എടുത്തോളൂ. പിന്നീട് നമുക്ക് താഴോട്ട് വന്നു കഴിഞ്ഞാൽ ആവശ്യമായിട്ടുള്ളത് നമുക്കതിൻ്റെ ലോഗ്സ്, ഈ ഒരു ബിൽഡ് സ്റ്റേജിൻ്റെ പ്രോസസ്സിൻ്റെ പല സ്റ്റേജസിൻ്റെ ലോഗുകൾ, ഇപ്പം ഇൻ കേസ് ഇപ്പം സക്സസ് ആയാൽ അതിൻ്റെ മെസ്സേജ് കാണാം, നമുക്ക് ഫെയിലർ ആയാൽ അതിൻ്റെ റീസൺസ് കാണാം, അങ്ങനെയുള്ള ലോഗ്സ് എല്ലാം വരുന്നത് നമുക്ക് ഇപ്പോൾ തൽക്കാലം നമ്മൾ ക്ലൗഡ് വാച്ചിലോട്ട് വിടുകയാണ്. ഇപ്പോൾ ഒരു ടിക്ക് കൊടുക്കുമ്പോൾ ക്ലൗഡ് വാച്ചിലോട്ട് കിട്ടും ആ ലോഗ്സ് എല്ലാം. നമുക്ക് വേണമെങ്കിൽ ഒരു ഗ്രൂപ്പ് നെയിമും കൂടെ കൊടുക്കാം, ഒരു ഗ്രൂപ്പ് ചെയ്ത് ലോഗ്സ് കിട്ടുന്നതിന് വേണ്ടിയിട്ട്. അപ്പം മൈ ബിൽഡ് പ്രോജക്റ്റ് 1 എന്നോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് ഒരു പേര് കൊടുക്കാം, ഒരു ഗ്രൂപ്പ് നെയിം കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് S3 ബക്കറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് S3ക്ക് അകത്തോട്ട് നമുക്ക് ലോഗ്സ് കൊണ്ട് ഇടാം, നമുക്ക് പിന്നീട് എടുത്ത് നോക്കുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ തൽക്കാലം ഞാൻ ക്ലൗഡ് വാച്ചിനകത്ത് ഈ ഒരു ഗ്രൂപ്പ് നെയിമിനകത്തോട്ട് മാത്രം നമ്മൾ ലോഗ് പറഞ്ഞു കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ലാസ്റ്റ് പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ക്രിയേറ്റ് ബിൽഡ് പ്രോജക്റ്റ് എന്ന് പറഞ്ഞൊരു ബട്ടൺ കാണാൻ സാധിക്കും, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കുറച്ച് സെക്കൻഡ്സ് കഴിയുമ്പോൾ പ്രോജക്റ്റ് ക്രിയേറ്റഡ്, യു ഹാവ് സക്സസ്ഫുള്ളി ക്രിയേറ്റഡ് ദ പ്രോജക്റ്റ് എന്നും പറഞ്ഞിട്ട് ഇവിടെ ആ ഒരു പ്രോജക്റ്റിൻ്റെ നെയിം ഇവിടെ കാണിക്കും. അപ്പോൾ ഈ ഒരു സ്റ്റേജ് ആയി കഴിയുമ്പോൾ നിങ്ങൾ ആ ഒരു പ്രോജക്റ്റ് കോഡ് ബിൽഡിൻ്റെ ഒരു പ്രോജക്റ്റ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ചെയ്ത് വെച്ച ഈ ഒരു ക്രിയേറ്റ് ചെയ്ത പ്രോജക്റ്റിൽ എന്തെങ്കിലും ഫർദർ മോഡിഫിക്കേഷൻസ് വരുത്തണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു എഡിറ്റ് ബട്ടൺ കാണാൻ സാധിക്കും. ആ എഡിറ്റ് ബട്ടൺ ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു പ്രോജക്റ്റിൻ്റെ ഡിഫറൻറ്റ് സ്റ്റേജസിൽ നിങ്ങൾ ഓൾറെഡി നമ്മൾ ആ ഒരു സിനാരിയോയിൽ ചെയ്ത എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെങ്കിൽ ഇവിടെ നമുക്ക് ചെയ്യാൻ സാധിക്കും. പ്രൊജക്റ്റ് കോൺഫിഗറേഷനിലോ സോഴ്സ് മാറ്റി കൊടുക്കണമെങ്കിലോ എന്തെങ്കിലുമൊക്കെ ബിൽഡ് സ്പെക്ക് വേറൊരു ഫയൽ പറഞ്ഞു കൊടുക്കണമെങ്കിലോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ നിന്ന് ചെയ്യാൻ സാധിക്കും. എന്നിട്ട് നമുക്ക് അതിന് ശേഷം ലാസ്റ്റ് ആ ഒരു ബിൽഡ് സ്പെക്ക് ഫയൽ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഓരോന്ന് ലൈൻ ബൈ ലൈനായിട്ട് നമുക്ക് ബിൽഡ് ചെയ്ത് ആ ഒരു പ്രോസസ്സ് ചെയ്ത് വരുന്നതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ സ്റ്റാർട്ട് ബിൽഡ് എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റ് എറേഴ്സോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ ഈ ഒരു ബിൽഡ് പ്രോസസ്സ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആവുന്നതായിരിക്കും. അപ്പോൾ ഇത് കുറച്ച് സെക്കൻഡ്സ് എടുക്കും, കുറച്ച് സമയം എടുക്കും ഇതൊരു ബിൽഡ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്ത് സ്റ്റോപ്പ് ആവുന്നതിന് വേണ്ടിയിട്ട്. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ ലോഗ് നമുക്കിവിടെ കാണാൻ സാധിക്കും, ഇവിടെയും കാണാൻ സാധിക്കും. നമുക്ക് ക്ലൗഡ് വാച്ചിൽ നമുക്ക് അതിലോട്ടും ലോഗ് പോകാനായിട്ട് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ഒരു ഗ്രൂപ്പിൻ്റെ നെയിം പറഞ്ഞു കൊടുത്തിട്ട് ആ ഒരു ഗ്രൂപ്പിലോട്ട് കൊണ്ടുപോകാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ലോഗ്സ് എല്ലാം കൂടെ. അപ്പോൾ നമുക്ക് എന്തായിരുന്നാലും കുറച്ച് സെക്കൻഡ്സ് കഴിഞ്ഞിട്ട് നമുക്കിവിടെ ലോഗ്സ് വരുമ്പോൾ നമുക്കത് കാണാം. കണ്ടോ, ഇപ്പോൾ സക്സസ്, ഇപ്പോൾ കുറച്ച് വളരെ ചെറിയൊരു സാമ്പിൾ ബിൽഡ് സ്പെക്ക് ഫയലാണ് നമ്മൾ ഈ ഒരു എക്സാമ്പിളിന് വേണ്ടി പറഞ്ഞു കൊടുത്തത്. അപ്പോൾ അതുകൊണ്ടാണ് അത് പ്രത്യേകിച്ച് ലോഗ്സ് കാണിച്ച് ഓരോന്നായിട്ട് തുടങ്ങുന്നതിന് മുമ്പ് മൊത്തത്തിൽ അങ്ങ് സക്സീഡ് ആയി കഴിഞ്ഞു, അത് ബിൽഡ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഇവിടെ കണ്ടില്ലേ, ആ താഴെ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ലോഗ്സ് ഇവിടെ കാണാൻ സാധിക്കും. അത് നമുക്കിവിടെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അതായത് അതിൻ്റെ ഓരോ ഫേസസ് ആയിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് കണ്ടില്ലേ പ്രീ ബിൽഡ് ഫേസ് ഉണ്ട്, അതിൽ ആദ്യത്തെ ഫേസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, അത് കഴിഞ്ഞിട്ട് പ്രീ ബിൽഡ് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് ബിൽഡ് ഉണ്ട്, അത് കഴിഞ്ഞ് പോസ്റ്റ് ബിൽഡ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഓരോ ഫേസസ് ആയിട്ട് ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് അത് കംപ്ലീറ്റ് ആയിട്ടാണ് ലാസ്റ്റ് പോസ്റ്റ് ബിൽഡും കഴിഞ്ഞ് സക്സീഡ് എന്നുള്ളൊരു മെസ്സേജ് ഇവിടെ കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു നമ്മളിപ്പോൾ ലോഗ് വാച്ചിലോട്ട് നമ്മൾ ക്ലൗഡ് വാച്ചിലോട്ട് കൊണ്ടുപോകാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ക്ലൗഡ് വാച്ചും കൂടെ നമുക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിലോട്ട് ഒരു ലോഗ് ഗ്രൂപ്പിനകത്തോട്ട് നമുക്ക് ഇതിൻ്റെ ഒരു ലോഗ് വന്നത് നമുക്ക് കാണാൻ സാധിക്കും. ക്ലൗഡ് വാച്ച് ഞാനൊരു സെപ്പറേറ്റ് ടാബിൽ ഇപ്പോൾ ഓപ്പൺ ചെയ്തു. നമുക്കത് ഓപ്പണായി വരുമ്പോൾ നമുക്ക് ലോഗ് ഗ്രൂപ്പ്സ് ക്ലിക്ക് ചെയ്തിട്ട് അതിൽ നമ്മൾ കണ്ടില്ലേ പറഞ്ഞു കൊടുത്ത ആ ഒരു പേരിലൊരു ലോഗ് ഗ്രൂപ്പ് ഇവിടെ ക്രിയേറ്റ് ആയി വന്നിട്ടുണ്ട്, മൈ ബിൽഡ് പ്രോജക്റ്റ് 1 എന്നും പറഞ്ഞിട്ട്. നമുക്കത് ക്ലിക്ക് ചെയ്ത് അത് ഓപ്പൺ ചെയ്യാം. അത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ അതിനകത്തൊരു ലോഗ് സ്ട്രീമിൽ നമ്മൾ ലോഗ് സ്ട്രീം പ്രത്യേകിച്ച് പേരൊന്നും പറഞ്ഞു കൊടുത്തില്ല, അപ്പോൾ ഒരു ഡിഫോൾട്ട് ഒരു റാൻഡം നെയിമിലൊരു ലോഗ് സ്ട്രീം ക്രിയേറ്റ് ആയി വന്നിരിക്കുകയാണ്. അപ്പോൾ അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കംപ്ലീറ്റ് ഡീറ്റെയിൽ ആയിട്ടുള്ള ആ ഒരു ലോഗ്, നമുക്ക് ഇവൻറ്റ്സ് എന്തൊക്കെയാണ് ആ ഒരു ബിൽഡ് പ്രോസസ്സിൽ നടന്നതെന്നുള്ള ഇവൻറ്റ്സ് നമുക്കിവിടെ ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഫെയിലേഴ്സൊക്കെ സംഭവിക്കുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ഒരു ലോഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ എവിടെ വെച്ചിട്ടാണ്, ഏത് സ്റ്റേജിൽ വെച്ചിട്ടാണ് നമുക്ക് ഫെയിലിയർ സംഭവിച്ചതെന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഡീബഗ് ചെയ്യാനായിട്ട് വളരെയധികം യൂസ്ഫുള്ളാണ് ഇങ്ങനെ ലോഗ്സ് കൊടുത്തു കഴിഞ്ഞാൽ, എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ ഇതാണ് ബേസിക്കലി നമുക്ക് ഇങ്ങനെയാണ് ഒരു ബിൽഡ് പ്രോജക്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ട് ആ ഒരു പ്രോസസ്സ് നമ്മൾ ബിൽഡ് പ്രോജക്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ചെയ്യുന്നത്. അപ്പോൾ ബേസിക് ആയിട്ടുള്ളൊരു ഐഡിയയാണ് നമുക്കിന്നിവിടെ ഞാൻ നിങ്ങൾക്ക് ഇവിടെ പറഞ്ഞു തന്നത്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് നമുക്കിനി നെക്സ്റ്റ് നോക്കി മനസ്സിലാക്കേണ്ടത്, നമുക്കിപ്പോൾ ഈ ഒരു ബിൽഡ് പ്രോസസ്സ് ആക്ച്വലി ഇത് വർക്ക് ചെയ്തത് ഒരു ബിൽഡ് സ്പെക്ക് എന്ന് പറഞ്ഞൊരു ഫയലുണ്ട്, അതിൽ നമ്മൾ പറഞ്ഞു കൊടുത്തിരിക്കുന്ന കാര്യങ്ങളാണ് ഈ ഒരു ബിൽഡ് സ്പെക്ക് ഡോട്ട് ഒരു YAML ഫയൽ ഫോർമാറ്റിലാണ് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും സ്റ്റെപ്സ് ഫേസസ് ആണ് നമ്മൾ ആ ഒരു ബിൽഡ് പ്രോസസ്സിൽ ആക്ച്വലി ഇപ്പോൾ ഇവിടെ നടന്നു കഴിഞ്ഞത്. അപ്പം എന്താണ് ഈ ഒരു ബിൽഡ് സ്പെക്ക് ഫയലിൻ്റെ സിഗ്നിഫിക്കൻസ്, ഇതിൻ്റെ ഡിഫറെൻറ്റ് സ്റ്റേജസ് എന്തൊക്കെയാണ്, നമുക്ക് എങ്ങനെ നമുക്കിത് ക്രിയേറ്റ് ചെയ്യാം, എന്തൊക്കെ ചെയ്യാം ഇത് ഉപയോഗിച്ച്, അപ്പോൾ അങ്ങനെയുള്ള കുറേ കൂടുതൽ കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്കത് ഓരോന്നായിട്ട് നമുക്കിനി വരുന്ന സെഷനിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കി മനസ്സിലാക്കാം.